തോടന്നൂരിലൊരു കേസ് ഒരു വീട്ടിൽ സ്ഫോടന വസ്തു കയറിയിട്ടുണ്ട്. അപ്പൊ UDF ഭയങ്കര രാഷ്ട്രീയ ഇതാക്കി മാറ്റാണ്. എന്താ ഉണ്ടായെന്ന് പരിശോധിച്ചിരുന്നു നമ്മുടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു അക്രമത്തിനും നേതൃത്വം കൊടുക്കരുത്. നിങ്ങൾ ഞങ്ങളുടെ പ്രസംഗം ആക്രമിച്ചു എന്ന് പറയുന്ന KC നേതാവിന്റെ അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം DYFIയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സഖാക്കളോട് എല്ലാ ഘടകങ്ങളോടും പറഞ്ഞത് ശക്തമായ പ്രതികരണം ഉയർന്നു വരണം എന്നുള്ളതാണ്. ഒരിടത്തു പോലും ഒരു പ്രശ്നവും ഉണ്ടാകരുത്, ഒരു അക്രമവും ഉണ്ടാകരുത് എന്നാണ് ഞങ്ങൾ ആഹ്വാനം ചെയ്തത്. അത് ഞങ്ങളുടെ എല്ലാ സംഘടനാ ഘടകങ്ങൾക്കും ഞങ്ങൾ അങ്ങനെ നിർദ്ദേശം കൊടുത്തത്, എവിടെയും അക്രമം ഉണ്ടാകരുത് എന്നുള്ളത്. മുൻപും ഇതുപോലെ ചില വാർത്തകളൊക്കെ വന്നിരുന്നു. ഹക്കും മിഥിലജും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കൾ കൊല ചെയ്യപ്പെട്ടു, കോൺഗ്രസ്സുകാരാ കൊന്നത് തിരുവനന്തപുരത്ത്, നിങ്ങൾക്കറിയാലോ. അന്നുണ്ടായ ഒരു സംഭവമുണ്ട്, CPMന് മേൽ കുറ്റം ചാർത്തിയിരുന്നു. അന്ന് കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസ് നേതാവ്, സംസ്ഥാന നേതാവ്, പേരറിയോ, ലീന എന്ന, അവരുടെ വീടിന് അക്രമമേറ്റു എന്ന് പറഞ്ഞു. ആ ലീനയുടെ വീടിനെ ആക്രമിച്ചവരെ പിടിക്കണമെന്ന് പറഞ്ഞ അന്നത്തെ പ്രതിപക്ഷ നേതാവൊക്കെ വലിയ രീതിയിൽ പത്രസമ്മേളനം നടത്തി. പിന്നീട് പ്രതിയെ പിടിച്ചു. ആരാ? സ്വന്തം വീട്ടിലുള്ള പ്രതിയാ ഈ അക്രമം നടത്തിയത്. സ്വന്തം വീടിന് തീയിട്ടിട്ട് വലിയ കോലാഹലം സൃഷ്ടിച്ചു. ആരായിരുന്നു? ശെൽവരാജ്, ഓർമ്മയില്ലേ? UDFന്റെ തിരുവനന്തപുരത്ത്. ആ ശെൽവരാജിന്റെ വീടിന് തീയിട്ട് അവസാനം പ്രതിയെ പിടിച്ചു. ആരാ പ്രതി? സ്വന്തം ഡ്രൈവറാ. UDF ആണേ, കോൺഗ്രസ്സാ. വേറൊരു സംഭവമുണ്ട്, മുടി മുറിച്ചിട്ട്, എൻ്റെ മുടി ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ മുറിച്ചേ വലിയ പ്രശ്നമാണ്, അക്രമമാണെന്ന് പറഞ്ഞു. പ്രതിയെ പിടിച്ചില്ലേ? കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസ് നേതാവായിരുന്നില്ലേ സതികുമാരി? എന്നിട്ട് എന്തായി? അവർ തന്നെ ചെയ്തു. അത് സംഭവമുണ്ട്. വാളയാർ പെൺകുട്ടികളുടെ പീഡനം പറഞ്ഞ് അതിൽ ഈ അമ്മയെ കൊണ്ടുപോയി പിണറായി വിജയനെതിരെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിച്ചില്ലേ? വലിയ ആയുധമാക്കിയില്ലേ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസുമെല്ലാം? അവസാനം എന്തായി? ഇതൊക്കെ ഇതേ സ്ഥലത്ത്, നമ്മുടെ വടകര താലൂക്കിൽ നാദാപുരത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് ബിനുവിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെയാ? ഇങ്ങനെ കലാപത്തിന് കോപ്പുകൂട്ടി ഇവർ തന്നെ ബോധപൂർവമായി പ്ലാൻ ചെയ്ത് ഇവിടെയെല്ലാം വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചതിന്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. UDFന്റെ കോൺഗ്രസിന്റെ, ഞാൻ പറഞ്ഞോട്ടെ, കോൺഗ്രസിന്റെ മുൻകാലത്തുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ ഇത് പറഞ്ഞത്. AKG സെന്ററിൽ ആക്രമിച്ചു, എവിടെ പ്രതി എന്നായിരുന്നു അല്ലേ? കിട്ടിയോ എന്നുള്ള ചോദ്യം. ഇപ്പോൾ ഇനാം പറഞ്ഞല്ലോ ഇവര്. ഇതേപോലെ ഇവരുടെ പരിപാടി കനകൊലുവിന്റെ സ്ട്രാറ്റജിയിൽ വരികയത്, വൈകാരികമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി, ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയും ആവാം എന്നാ ഞാൻ പറഞ്ഞത്. അന്വേഷിക്കട്ടെ. അതിൽ ആരായാലും, പ്രതികൾ ആരായാലും, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരാളെയും ആയുധം കൊടുത്ത് ആരെയും ആക്രമിക്കാൻ പറഞ്ഞയച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞയക്കുകയുമില്ല. ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഉയർത്തിക്കൊണ്ടുവരണം എന്ന് തന്നെയാണ് നിർദ്ദേശം കൊടുത്തത്. ഒരിക്കൽ പോലും നമ്മുടെ പ്രതിഷേധങ്ങൾ ഒരക്രമത്തിലേക്ക്, കായികമായിട്ട് എതിരാളികളെ നേരിടുന്നതിലേക്ക് പോകരുതേ എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കാറ്. ഒരിക്കൽ പോലും. ഈ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം അതുപോലെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പ്രതിഷേധവും പ്രതികരണവും ഒക്കെ ഉണ്ടാവണം, അത് സ്വാഭാവികമാണ്, അത് ഉയർന്നു വരട്ടെ, അത് ജനാധിപത്യ രീതിയിൽ ആ രീതിയിൽ തന്നെ വരട്ടെ. അവർ പ്രതികരിക്കട്ടെ, പ്രതിഷേധിക്കട്ടെ, ഞങ്ങളും പ്രതിഷേധിക്കും, ഞങ്ങളും പ്രതികരിക്കും. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളും, അവർക്ക് പറയാനുള്ളത് അവരും പറയട്ടെ. അക്രമത്തിന്റെ പാത സ്വീകരിക്കരുത്, അത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തട്ടെ. അതിലാരാണെങ്കിലും. അല്ല, ഞാനിവിടെ സൂചിപ്പിച്ചെന്താ, മുൻകാലത്ത് ഇതുപോലെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വന്ന് സ്റ്റേറ്റ്മെന്റ് നടത്തിയ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ലീനയുടെയും സതികുമാരിൻ്റെയും ഒക്കെ തിരുവനന്തപുരത്ത് നടന്നതും ശെൽവരാജിന്റെ വീട് ആക്രമിച്ചതും ഒക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത് ഞാൻ ഓർമ്മപ്പെടുത്തിയതാ. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ആയുധമായി കേരളത്തിലെ UDF ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുകയാണ്. ഇനി അല്ല മറിച്ചാണെങ്കിൽ അന്വേഷണം നടത്തി പ്രതികളെ പിടിക്കുന്നത് ഞങ്ങൾക്കൊരു തടസ്സവും ഇല്ല. അന്വേഷണം നടക്കട്ടെ, ആരാ പ്രതികളെന്ന് കണ്ടെത്തട്ടെ. എന്നാൽ മുൻകാലത്തും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ 3-4 കുട്ടികളെ പറഞ്ഞയച്ചു എന്നാണല്ലോ, 3 കുട്ടികളെ ഉള്ളൂ എന്ന് സതീശനും 5 പേരുണ്ട് എന്ന് KSUം ഒക്കെ പറയാം. ഈ 3, 4, 5 പേരെ പറഞ്ഞയച്ചിട്ട് ഒരു കലാപത്തിന് കോപ്പ് കൂട്ടിയതാണോ എന്നും ആലോചിക്കേണ്ടതുണ്ട്. കാരണം അതേ ദിവസം തന്നെയാണ് ഈ പറഞ്ഞ KC വേണുഗോപാലിന്റെ വിഷയം ഉണ്ടായത്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെ അറിയുന്നവരാണല്ലോ. ഇതൊന്നും കേരളത്തിൽ ഏതെങ്കിലും ചർച്ചയിൽ എടുത്തോ? KC വേണുഗോപാലിന്റെ വാർത്ത വന്നു, ഒരു 5 മിനിറ്റിൽ കൂടുതൽ ഒരു വാർത്ത ഏതെങ്കിലും ചാനലിൽ വന്നോ? KC വേണുഗോപാൽ സീറ്റിന് പണം വാങ്ങി എന്നുള്ളത് വന്നില്ല.